അക്ഷതം വീടുകളിൽ സൂക്ഷിക്കാൻ തന്ത്രശാസ്ത്രവിധി ഉണ്ടോ? ഇന്ന് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്. 2024 ജനുവരി 22 അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാകർമ്മം നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ മുന്നോടിയായി രാജ്യത്തെമ്പാടുമുള്ള ഹിന്ദു ഭവനങ്ങളിലെ പൂജാമുറികളിൽ സൂക്ഷിക്കുവാനായി അക്ഷത വിതരണം നടന്നുവരുന്നു. ശക്തമായ പ്രചരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 ചോദ്യങ്ങളാണ് പ്രസക്തമായി വരുന്നത്. ഒന്ന്, എന്താണ് പ്രാണപ്രതിഷ്ഠ? 2, അക്ഷതമെന്നാൽ എന്ത്? അത് ഭവനങ്ങളിൽ സൂക്ഷിക്കാവുന്നതാണോ? ആദ്യമായി പ്രാണപ്രതിഷ്ഠ എന്താണെന്ന് പറയാം. വിഗ്രഹത്തിൽ ചൈതന്യമുണ്ടാക്കിയെടുക്കുന്ന താന്ത്രിക കർമ്മമാണ് പ്രാണപ്രതിഷ്ഠ. ഭാരതീയ വേദങ്ങളിലെ കർമ്മകാണ്ഡ വിധിപ്രകാരം നടത്തുന്ന വൈദിക കർമ്മമാണിത്. ഈ കർമ്മം അതിനിഗൂഢമായ ഒരു വൈദിക കർമ്മമാണ്. ഉപാസ്യ ദേവതയുടെ വിഗ്രഹമുണ്ടാക്കിയെടുത്ത് ആ വിഗ്രഹത്തിലേക്ക് ദേവതയുടെ ശക്തികളെ ആവാഹിച്ച് പ്രതിഷ്ഠിക്കുന്ന വിധിപ്രകാരമുള്ള തന്ത്രവിധിപ്രകാരമുള്ള വിദ്യയിൽ അധിഷ്ഠിതമായ ഒരു കർമ്മമാണിത്. മന്ത്രഭാഷയും തന്ത്രഭാഷയും അതുപോലെ കർമ്മവിധികളും കൂടിക്കലർന്ന ഈ വിദ്യയിലെ ഭാഷയും അതുപോലെ കർമ്മവിധികളുമെല്ലാം അതിനിഗൂഢങ്ങളും ഗഹനാർത്ഥ പുഷ്ടങ്ങളുമാണ്. സുശിക്ഷിതരും പരിചയസമ്പന്നരുമായ തന്ത്രികളും പരികർമ്മികളും വേദജ്ഞന്മാരും അടങ്ങുന്ന സംഘം ശ്രദ്ധാപൂർവം നടത്തിയാൽ ഈ കർമ്മത്തിന് ഫലസിദ്ധി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇത് ഭാരതീയ ഋഷീശ്വരന്മാർ വികസിപ്പിച്ചെടുത്ത ഒരു വിദ്യയാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് ആദി മഹാകാവ്യം എന്ന് ഖ്യാതികെട്ട രാമായണത്തിലെ നായക കഥാപാത്രമായ രാമനെയാണ്. സ്ഥിതിപാലനമൂർത്തിയായ വിഷ്ണുവിൻ്റെ അവതാരപുരുഷനായി സങ്കല്പം ചെയ്ത് സ്ഥിതിപാലന ധർമ്മ മൂല്യങ്ങളെയാണ് പ്രസ്തുത വിഗ്രഹത്തിൻ്റെ പ്രാണനായി ആവാഹിച്ച് പ്രാണപ്രതിഷ്ഠ നടത്തുവാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഭാരതം അറിവിൻ്റെ നാടാണ്. ഭാരതം ഇവയുടെ യോഗമാണ് ഭാരതം എന്ന പദം. പുരാണങ്ങളിലും അതിലെ ഇതിഹാസങ്ങളിലൊക്കെ ഭാരതൻ എന്ന രാജാവ് ഭരിച്ചിരുന്ന രാജ്യമെന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഭാരതം എന്ന് പറയുന്നത് ഭാരതം എന്നീ 2 പദങ്ങളുടെ യോഗമായ ഒരു പദമാണ്. ആ പദത്തിലെ ഭാ എന്ന ഭാഗത്തിൻ്റെ അർത്ഥം ജ്ഞാനപ്രകാശം അഥവാ ജ്ഞാനാഗ്നി ജ്വലിക്കുമ്പോഴുണ്ടാകുന്ന ജ്ഞാനപ്രഭ എന്നാണ്. രഥം എന്ന പദത്തിൻ്റെ അർത്ഥം ആനന്ദമെന്നാണ്. അപ്പോൾ ഭാരതം അറിവിൻ്റെ ജ്യോതിസിൽ ആനന്ദം കൊള്ളുന്നവർ അധിവസിക്കുന്ന നാടാണ്. വൈദിക കർമ്മകാണ്ഡ വിധികളിൽ ഗോപനം ചെയ്യപ്പെട്ടിരിക്കുന്ന താന്ത്രിക ജ്ഞാന ജ്യോതിസിനെ രാമവിഗ്രഹത്തിൽ വിലയിപ്പിക്കുന്ന തന്ത്രവിധി സ്ഥിതിപാലന മൂർത്തിയായി അയോധ്യയിലെ രാമവിഗ്രഹത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ താന്ത്രിക ജ്ഞാനബോധമുള്ള ഭാരതീയർ സംശയിക്കുകയില്ല. എന്നാൽ ആ കർമ്മം നടത്തുന്ന കർമ്മി യോഗ്യനല്ല എങ്കിൽ സംശയങ്ങളും വിയോജിപ്പും ഉണ്ടാവുക സ്വാഭാവികം മാത്രമാണ്. ഇത് ചിന്തനീയമാണ്. ഇനി അക്ഷതം എന്താണെന്ന് പറയാം. ഉണക്കനെല്ലും അരിയും 2:1 എന്ന അനുപാതത്തിൽ കലർത്തി ഉണ്ടാക്കുന്ന മിശ്രിതമാണ് അക്ഷതം. അപ്പോൾ ആ മിശ്രിതത്തിൽ കുങ്കുമവും മഞ്ഞളും കൂടി ചേർക്കും.
പൂജാകർമ്മങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഹവ്യക്കൂട്ടാണ് അക്ഷതം. ഉണക്കനെല്ല് വിതയ്ക്കാനുള്ള നെൽവിത്തിനെയാണ് ദ്യോതിപ്പിക്കുന്നത്. അരി നെൽകൃഷിയിലൂടെ ലഭിക്കുന്ന ഭക്ഷണത്തെയും ദ്യോതിപ്പിക്കുന്നു. അരിയുടെ അളവിൻ്റെ ഇരട്ടി നെല്ല് ചേർത്താണല്ലോ അക്ഷതം തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ആ അക്ഷതത്തിൽ കുങ്കുമവും മഞ്ഞളും ഉണ്ടെന്നും ഉള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ഈ കുങ്കുമം ത്യാഗത്തിൻ്റെയും മഞ്ഞൾ ദൈവിക പ്രഭാവത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ഈശാവാസ്യമിതം സർവം യത് കിം ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീഥ മാഗൃഥ കസ്യചിത് ധനം. ഈ ജഗത്തിൽ എന്തെല്ലാമുണ്ടോ അതെല്ലാം ഈശനാൽ ആവാസിതമാണ്. അതുകൊണ്ട് അവയെ ത്യാഗബുദ്ധിയോടുകൂടി അനുഭവിക്കുക. ആരുടെയും ധനം ആഗ്രഹിക്കരുത്. ഈശാവാസ്യ ഉപനിഷത്തിലെ ഈ മന്ത്രപ്പൊരുൾ അക്ഷതത്തിൽ ദർശിക്കണമെന്ന് സാരം. അക്ഷതം എന്ന ഹവ്യം ഭാരതീയ ഋഷീശ്വരന്മാരാൽ നിർമ്മിക്കപ്പെട്ട വിശുദ്ധ ഹവ്യമാണെന്ന് പറഞ്ഞല്ലോ. അതിനെ ദ്രവ്യരൂപത്തിലല്ല, ജ്ഞാന സ്വരൂപതയോടുകൂടി തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അക്ഷതം എന്ന പദത്തിൻ്റെ വാഗർത്ഥം ക്ഷയമില്ലാത്തത് എന്നാണ്. ശരീരപോഷണത്തിനാവശ്യമായ അരിക്ക് ഒരു കാലത്തും ക്ഷാമമുണ്ടാകാതിരിക്കണമെങ്കിൽ കൈവശമുള്ള നെല്ലിൻ്റെ 2 വിതയ്ക്കാനും 1 ഉണ്ണാനുമായി വിനിയോഗിക്കണമെന്ന ഗൂഢസന്ദേശമാണ് 2:1 എന്ന അനുപാതത്തിൽ നെല്ലും അരിയും ചേർത്തുണ്ടാക്കുന്ന അക്ഷതം എന്ന ഹവ്യം ഉദ്ഘോഷിക്കുന്നത്. അക്ഷതത്തെ ഇത്രയും വിശദമായി മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ തന്ത്രവിധി പ്രകാരം അക്ഷതം സൂക്ഷിക്കുന്നത് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ അല്ലെങ്കിൽ അത് ഗുണമുണ്ടാകുമോ എന്നുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ അക്ഷതൈർ ന അർച്ചയേത് വിഷ്ണു എന്ന തന്ത്രവിധി കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അക്ഷതൈർ ന അർച്ചയേത് വിഷ്ണു, വിഷ്ണുവിനെ അക്ഷതത്താൽ അർച്ചന ചെയ്യരുത്. ഇതാണ് തന്ത്രശാസ്ത്രം അനുശാസിക്കുന്നത്. അപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തിയായ വിഷ്ണുവിനെ അർച്ചിക്കാൻ അക്ഷതം ഉപയോഗിക്കാമോ? ആ ഒരു മഹത്തായ ചടങ്ങിൻ്റെ മുന്നോടിയായി, അതായത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്ന പ്രാണപ്രതിഷ്ഠയുടെ മുന്നോടിയായി ഭാരതത്തിലെ ഹൈന്ദവ ഭവനങ്ങളിലെല്ലാം അവിടെ നിന്നും വിതരണം ചെയ്യുന്ന അക്ഷതം സൂക്ഷിക്കണം എന്ന നിർദ്ദേശം, അത് തന്ത്രവിധിക്ക് അനുകൂലമാണോ? തന്ത്രവിധി അതിനെ അനുവദിക്കുന്നുണ്ടോ? അക്ഷതം ഭവനങ്ങളിൽ സൂക്ഷിക്കുന്നത് ശരിയാണോ തെറ്റാണോ? ചിന്തിക്കുക, ചിന്തിച്ച് പ്രതികരിക്കുക.